ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരുടെ ബർത്ത്ഡേ ആണെന്ന്. അതെ, നമ്മുടെ സ്വന്തം പ്രജിൻ സാറിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. April 29. വൈകിട്ട് 6:30 സെലിബ്രേഷൻ. ഞാൻ അവിടെ നേരത്തെ എത്തി. അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. മൊത്തം അലങ്കരിക്കാൻ വന്ന ചേട്ടന്മാരാണ് കേട്ടോ. അപ്പം എനിക്കും ഇങ്ങനെയൊക്കെ അലങ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും അവരുടെ കൂടി സഹായിച്ചു. പിന്നെ സൗമ്യ ചേച്ചി, ശാലു ചേച്ചി, പാറു ചേച്ചി, ഫൗസിയ ആൻറ്റി എല്ലാവരും വന്നു കേട്ടോ. പിന്നെ പ്രജിൻ സാറിന് സർപ്രൈസ് കൊടുത്ത് വെൽക്കം ചെയ്യാം. പ്രജിൻ സാറിൻ്റെ ഒരു മുഖം മൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാം ആ മുഖം മൂടി വെച്ചിട്ടാണ് പ്രജിൻ സാറിനെ വെൽക്കം ചെയ്തത്. നമ്മുടെ വീട്ടിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ. നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ. അതുപോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. ആ തിരക്കിനിടയിലും ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അത്രയ്ക്കും രസമായിരുന്നു. സാറിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഘോഷം തന്നെയാണ്. സാറ് വരാനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങൾ മുഖം മൂടിയൊക്കെ ഇട്ട് റോസാപ്പൂ കൊടുത്ത് സാറിനെ വെൽക്കം ചെയ്തു. കുറേ പ്രജിൻ സാറുമാരെ കണ്ടപ്പോൾ സാർ ആകെ സർപ്രൈസായി. എല്ലാവരുടെ മുഖത്തോട്ടും സാറ് മാറി മാറി നോക്കുന്നുണ്ട്, പക്ഷെ ആരാന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു ആഘോഷം തന്നെയായിരുന്നു. പിന്നൊരു സർപ്രൈസ് ആയിരുന്നു പ്രൊജക്ടർ. സാറിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഓർമ്മകൾ, സങ്കടവും സന്തോഷവും സ്നേഹവും തമാശകളും കുട്ടിക്കുറുമ്പുകളും എല്ലാം പ്രൊജക്ടറിലൂടെ മിന്നി മാഞ്ഞുപോയി. കുറച്ച് നേരത്തേക്കാണെങ്കിലും സാറിൻ്റെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ അതിന് കഴിഞ്ഞു. പിന്നെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു തിരക്ക് തന്നെയായിരുന്നു. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനാണെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഫോട്ടോ എടുക്കാൻ മറന്നേ പോയി. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഉള്ളൊരു ഗിഫ്റ്റ് എടുത്ത് കൊടുത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പതേ സാറ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ സാറ് പറയുന്നത് നമുക്ക് കേട്ടാലോ. സത്യം ഞാൻ നല്ല ടെൻഷനായിട്ടുണ്ട്. നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോറി തന്നെ മൊത്തം ഉണ്ടായില്ല. അതുതന്നെയാണ്, കറക്റ്റാണ് സ്റ്റോറി. അത് ശലമാണോ ക്രിയേറ്റ് ചെയ്തത്? പാറു, ഓക്കെ താങ്ക് യു. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം. നിങ്ങളൊക്കെ അത് കണ്ടിരുന്ന എല്ലാവരും അത് എനിക്ക് നല്ല എഫക്റ്റായി. എന്താണെങ്കിലും അത് തന്നെയാണ് സ്റ്റോറി. എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും വേണം, എല്ലാവരുടെയും സ്നേഹം പ്യുവറായിട്ട് വേണം, പിന്നെ ബ്ലെസ്സിങ് വേണം. നിങ്ങൾ ഓരോരോ പ്രാർത്ഥനയിലാണ് ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ എപ്പോഴും വൈഫ് ഞാൻ ഫാമിലി ആയിട്ട് ഇന്നലെ രാത്രി കേക്ക് കട്ടിങ് ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എല്ലാത്തിനും കാരണം ഇങ്ങനെയൊരു സ്ഥാനം ഉണ്ടാവാൻ ഞാൻ ദൈവത്തിനെ പോലെ കാണുന്ന സജമോളാണ്. താങ്ക് യു സോ മച്ച്.
ഇതൊക്കെയായിരുന്നു ബർത്ത്ഡേ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.